അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോഴ്സ് ഓഫ് ലോയെ സംബന്ധിച്ചിട്ടാണ്. ഓരോ രാജ്യത്തും ആ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നുമാണ് വരുന്നത്, ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് സോഴ്സ് അല്ലെങ്കിൽ ലോ ഉണ്ടാകുന്നത്. സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമം ഉണ്ടാകുവാൻ ഇടയായ ഉറവിടങ്ങൾ ഏതെല്ലാം, വിച്ച് ആർ ദ സോഴ്സ് ഓഫ് ലോ. 3 സോഴ്സുകളാണ് അല്ലെങ്കിൽ 3 സോഴ്സുകളിൽ നിന്നാണ് ലോസ് ഉണ്ടാവുന്നത്. ഒന്ന് കസ്റ്റമാണ്, മറ്റൊന്ന് പ്രീസിഡൻസ് ആണ്, മൂന്നാമത്തെ ലെജിസ്ലേഷൻസ് ആണ്. അപ്പോൾ there are 3 സോഴ്സ് ഓഫ് ലോ ഉണ്ടാകുവാൻ 3 സോഴ്സുകളാണുള്ളത്. ഒന്ന് കസ്റ്റമാണ്, മറ്റൊന്ന് പ്രീസിഡൻസ് ആണ്, മൂന്നാമത്തെ ലെജിസ്ലേഷൻ. കസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് അവരുടെ ആചാര മര്യാദകൾ വളരെ വർഷങ്ങളായി പിന്തുടരുന്നു വരുന്ന ആചാരങ്ങൾ പിന്നീട് നിയമമായി മാറുന്നു, ലോ ആയി മാറുന്നു. അതാണ് കസ്റ്റം. കസ്റ്റത്തിൽ നിന്ന് ലോ ഉണ്ടാകുന്നു. അടുത്ത പ്രീസിഡൻസ് ആണ്. കോടതികളോ കോടതിക്ക് സമാനമായോ വിധി പുറപ്പെടുവിക്കാൻ കഴിയുന്ന അതോറിറ്റികൾ പുറപ്പെടുവിക്കുന്ന പഴയകാല വിധികൾ പിന്നീട് നിയമമായി മാറുന്നു. അതാണ് പ്രീസിഡൻസ്. മൂന്നാമത്തെ ലെജിസ്ലേഷൻസ് ആണ്. നിയമനിർമ്മാണ സഭയും നിയമനിർമ്മാണ സഭയ്ക്ക് സമാനമായ സ്ഥാപനങ്ങളും പുറപ്പെടുവിക്കുന്ന നിയമങ്ങളെയാണ് ലെജിസ്ലേഷൻസ് എന്ന് പറയുക. അപ്പോൾ വിച്ച് ആർ ദ സോഴ്സ് ഓഫ് ലോ എന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ള സോഴ്സ് ഓഫ് ലോ ഉണ്ട്. ഒന്ന് പ്രീസിഡൻസ് ആണ്, രണ്ടാമത്തെ കസ്റ്റമാണ്, മൂന്നാമത്തെ ലെജിസ്ലേഷൻസ് ആണ്. 3 സോഴ്സ് ഓഫ് ലോസ് ഏതൊക്കെയാ? കസ്റ്റം, പ്രീസിഡൻസ് ആൻഡ് ലെജിസ്ലേഷൻസ്. ലെജിസ്ലേഷൻസ് ഇനി എത്ര തരമുണ്ട്? അത് പ്രധാനമായിട്ട് ലെജിസ്ലേഷനെ ഓട്ടോണമസ് ലോ എന്ന് പറയാം. ഓട്ടോണമസ് ആയിട്ടുള്ള ലോസ് ഉണ്ട്, ജുഡീഷ്യൽ ആയിട്ടുള്ള റൂളുകളുണ്ട്, ലോക്കൽ ആയിട്ടുള്ള ലോസ് ഉണ്ട്. കോളനി വാഴ്ചക്കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങൾ, കൊളോണിയൽ റൂൾസ്, ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. ദീസ് ആർ ദ ലെജിസ്ലേഷൻസ്. ദെയർ ആർ 5 ടൈപ്സ് ഓഫ് ലെജിസ്ലേഷൻസ്. ഏതൊക്കെയാണ്? ഓട്ടോണമസ് ലോ, 2 ജുഡീഷ്യൽ റൂൾ, 3 ലോക്കൽ ലോസ്, 4 കൊളോണിയൽ ലോസ്, 5 ലോ മെയ്ഡ് ബൈ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് അധികാരമുള്ള സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന നിയമങ്ങളെയാണ് ലോ മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ് എന്ന് പറയും. അപ്പൊ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോഴ്സ് ഓഫ് ലോ ഏതൊക്കെയാണ്? കസ്റ്റം, പ്രീസിഡൻസ് ആൻഡ് ലെജിസ്ലേഷൻസ്. എത്ര തരം ലെജിസ്ലേഷൻസ് ഉണ്ട്? ഓട്ടോണമസ് ലോസ്, ജുഡീഷ്യൽ റൂൾസ്, ലോക്കൽ ലോസ്, കൊളോണിയൽ ലോസ്, ലോസ് മെയ്ഡ് ബൈ എക്സിക്യൂട്ടീവ്. കസ്റ്റം എന്താണ് കസ്റ്റം? കസ്റ്റം നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നമ്മൾ പരമ്പരാഗതമായി ശീലിച്ചു പോന്നിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായി അനുസരിച്ചു പോന്നിട്ടുള്ള ചില നിയമങ്ങളെയാണ് അല്ലെങ്കിൽ ചില ആചാരങ്ങളെയാണ് നമ്മൾ കസ്റ്റം എന്ന് പറയാം. അത് രാജ്യത്തിന്റെ പുരോഗതിയിൽ, രാജ്യത്തിന്റെ നിയമവാഴ്ചയ്ക്ക് ഓടൊപ്പം ചേർന്ന് പോകുന്നത് കൊണ്ട് ഈ കസ്റ്റത്തെ നിയമത്തിന്റെ ഭാഗമായി നാം സ്വീകരിക്കാറുണ്ട്. അപ്പൊ കസ്റ്റമിന് ഡെഫിനിഷൻ ചോദിച്ചാൽ, കസ്റ്റം ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്. ഇതൊരു പ്രിൻസിപ്പിൾ ആണ്. കസ്റ്റം ഈസ് എംബോഡിമെന്റ് ഓഫ് ദോസ് പ്രിൻസിപ്പിൾസ്. ഏത് തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്? വിച്ച് ഹാവ് കമൻഡഡ് ദംസെൽസ്. അവ സ്വയം രൂപപ്പെട്ടതാണ് അല്ലെങ്കിൽ അവർ സ്വയം പറയുന്നതാണ്. എന്ത്? ടു ദി നാഷണൽ കൺസൈൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. ഒരു രാജ്യത്തിലെ പബ്ലിക് യൂട്ടിലിറ്റിയെയും ഒരു രാജ്യത്തിലെ ജസ്റ്റിസും നിലനിർത്തുന്ന തരത്തിൽ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ ചേർന്നതാണ് എന്ത്? കസ്റ്റം. വാട്ട് ഈസ് കസ്റ്റം? കസ്റ്റം ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ദോസ് പ്രിൻസിപ്പിൾസ്. കസ്റ്റം ഈസ് ദ എംബോഡിമെന്റ് ഓഫ് those principles. Custom is the embodiment of those principles which have commended themselves to the national conscience of principles of justice and public utility. അപ്പോ കസ്റ്റമിനെ കുറിച്ച് ചോദിച്ചാൽ, ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ, കസ്റ്റം is the embodiment of those principles which have commended themselves to the national conscience of the principles of justice ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. ഇത് 2 ആവശ്യമാണ്. ജസ്റ്റിസും പബ്ലിക് യൂട്ടിലിറ്റി. ജസ്റ്റിസും പബ്ലിക് യൂട്ടിലിറ്റിയും സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾസുകളെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് കസ്റ്റം എന്ന് വിളിക്കാം. കസ്റ്റം ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ദോസ് പ്രിൻസിപ്പിൾസ് വിച്ച് ഹാവ് കമൻഡഡ് ദംസെൽസ് ടു ദി നാഷണൽ കൺസൈൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. ഇനി എത്ര തരമാണ് കസ്റ്റം ഉള്ളത്? കൈൻഡ്സ് ഓഫ് കസ്റ്റംസ് വിത്തൗട്ട് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, വിത്തൗട്ട് ബൈൻഡിങ് ആണ്. അത് ബൈൻഡിങ് അല്ല, അല്ലെ? കോടതിയിൽ നമുക്ക് അത് നടപ്പിലാക്കി കിട്ടാനോ എതിർക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമപരമായ ഒരു സപ്പോർട്ട് കിട്ടാനോ കഴിയാത്തതാണ് കസ്റ്റംസ് വിത്തൗട്ട് ബൈൻഡിങ്. അടുത്തതോ കസ്റ്റംസ് വിത്ത് ബൈൻഡിങ്. 2 kinds of customs. 2 തരത്തിലുള്ള കസ്റ്റംസ് ഉണ്ട്. കസ്റ്റം വിത്തൗട്ട് ബൈൻഡിങ്ങും കസ്റ്റം വിത്ത് ബൈൻഡിങ്ങും. അടുത്തതായി
എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കസ്റ്റം. ഒരു വാലിഡ് കസ്റ്റംസിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമിന് എന്തൊക്കെ ഘടകങ്ങൾ അതിനകത്ത് അന്തർലീനമായിരിക്കുന്നു, അതിന്റെ എന്താണ് എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് എന്താണ് കൺഫോമിറ്റി വിത്ത് സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ടുമായി ഒരു കൺഫോമിറ്റി വേണം. അപ്പൊ കൺഫോമിറ്റി വിത്ത് സ്റ്റാറ്റ്യൂട്ട് ഫസ്റ്റ് എസെൻഷ്യൽസ് ഓഫ് ദി വാലിഡ് കസ്റ്റം. ഒരു വാലിഡ് ആയിട്ടുള്ള കസ്റ്റത്തിന്റെ ആദ്യത്തെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് കൺഫോമിറ്റി വിത്ത് സ്റ്റാറ്റ്യൂട്ട് ആണ്. രണ്ടാമത്തെ അത് സർട്ടനിറ്റി ആയിരിക്കണം, സർട്ടൻ ആയിരിക്കണം. അപ്പൊ ഒരു കസ്റ്റം സർട്ടൻ ആയിരിക്കണം, കസ്റ്റം കൺഫോമിറ്റി വിത്ത് സ്റ്റാറ്റ്യൂട്ട് ആയിരിക്കണം. മൂന്നാമത്തതോ അത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാനത്തേത് അത് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ 4 എസെൻഷ്യൽസ് ആണ് ഒരു വാലിഡ് കസ്റ്റംസിനുള്ളത്. ഒരു വാലിഡ് കസ്റ്റമിന് ഉള്ളത് 4 എസെൻഷ്യൽസ് ആണ്. ഒന്ന് കൺഫോമിറ്റി വിത്ത് സ്റ്റാറ്റ്യൂട്ട്, രണ്ടാമത്തത് സർട്ടനിറ്റി, മൂന്നാമത്തത് കൺസിസ്റ്റൻസി, നാലാമത്തത് കണ്ടിന്യൂറ്റി. അപ്പോ ഏതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കസ്റ്റം? ഒരു വാലിഡ് കസ്റ്റംസിന്റെ എസെൻഷ്യൽസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 എസെൻഷ്യൽസ് ആണ് ഒരു വാലിഡ് കസ്റ്റംസിലുള്ളത്. ഒന്ന് കൺഫോമിറ്റി, ആരുമായി? വിത്ത് സ്റ്റാറ്റ്യൂട്ട്. രണ്ടാമത്തെ സർട്ടനിറ്റി, മൂന്നാമത്തെ കൺസിസ്റ്റൻസി, നാലാമത്തത് കണ്ടിന്യൂറ്റി. ദീസ് ആർ ദി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കസ്റ്റംസ്. ഇനി ഈ കസ്റ്റമിന് 2 പ്രധാനപ്പെട്ട തിയറികളാണുള്ളത്. വിച്ച് ആർ ദ തിയറീസ് ഓഫ് കസ്റ്റംസ്? ഹിസ്റ്റോറിക്കൽ തിയറി, പിന്നെയോ അനലിറ്റിക്കൽ തിയറി. ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ തിയറി. ആർ 2 തിയറീസ് ഓഫ് കസ്റ്റംസ്. ഏതൊക്കെയാണ്? ഒന്ന് ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ തിയറി, മറ്റൊന്ന് അനലിറ്റിക്കൽ തിയറി. There are 2 types of theories in the customs. They are historical theory and analytical theory.